ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നോവൽ ഡവ്സ് നെക്ലേസ് ബൈ രാജ ആ ആലം. നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വർക്കിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യും. അത് കഴിയുമ്പം രാജ ആ ആലം ഓഥറിനെ പറ്റിയിട്ട് മെയിൻ പോയിൻറ്റ്സ് പറയും. അത് കഴിയുമ്പം നമുക്ക് ഈ നോവലിലോട്ട് കിടക്കാം. നോവലിലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലോട്ടാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലോട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കും. അത് കഴിയുമ്പോൾ ഇതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി പറഞ്ഞുതരാം. പിന്നെ തീംസും ഡിസ്കസ് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഡവ്സ് നെക്ലസിനെ പറ്റി പറയുമ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എഴുതിയത് രാജ ആലമാണ്. 2010 ഇത് പബ്ലിഷ് ആവുന്നത്. ഇറ്റ്സ് എ വിന്നർ ഓഫ് അറബിക് ബുക്കർ പ്രൈസ് ആൻഡ് 2011 ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ. നെക്സ്റ്റ് പോയിന്റ് വന്നത് 2 പാർട്സിലാണ് റിലീസ് ആവുന്നത്. അതേപോലെ തന്നെ അറബ് കൾച്ചറൽ സെൻറ്റർ ഇൻ കസബ്ലാങ്കയിലാണ് ഫസ്റ്റ് റിലീസ് ആവുന്നത്. ഇനി നമുക്ക് രാജ ആ ആലത്തെ പറ്റിയിട്ട് നോക്കാം. രാജ ആലം ഒരു സൗദി അറേബ്യൻ നോവലിസ്റ്റാണ്. മെക്കയിൽ നിന്നും അവരുടെ നോവൽസ് ഒരു സിംബോളിക് ആയിട്ടുള്ള സൂഫി നറേറ്റീവ് സ്റ്റൈലിലായിരിക്കും പോകുന്നത്. അതേപോലെ തന്നെ മോസ്റ്റ് നോവൽസിനെ സെറ്റിംഗ് മെക്കയും ഒക്കെ ആയിരിക്കും. ഇനി അവരുടെ മോസ്റ്റ് വർക്ക്സ് ഇംഗ്ലീഷിലോട്ടും സ്പാനിഷിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇനി വർക്ക്സിലോട്ട് വരുമ്പോഴത്തേക്കിനും അറബ് വർക്ക്സാണ് ഇവർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള കുറച്ച് ടൈറ്റിൽസാണ് ഇട്ടേക്കുന്നത്. ഖത്തീമ, താരിഖ് അൽ ഹരീർ, സിത്തർ, ഇതൊക്കെ കുറച്ച് വർക്ക്സാണ്. ഇനി അവാർഡ്സിലോട്ട് വരുമ്പോഴത്തേനും 2011 ഇൻ്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോവലിലോട്ട് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്യാരക്ടറാണ് നസിർ അൽ കെഹ്താനി. ഇത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇദ്ദേഹം ഒരു ഡിറ്റക്റ്റീവാണ്. നെക്സ്റ്റ് 2 ഫീമെയിൽസിൻ്റെ നെയിംസ് വരുന്നുണ്ട്, അസ, ആയിഷ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഷെയ്ഖ് മുസാഹിം. ഇത് അസയുടെ ഫാദറാണ്. പിന്നീട് യൂസഫ്, അസയുടെ ലവറാണ്. പിന്നെ മുവാസ്, ഒരു ഫോട്ടോഗ്രാഫറാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മുവാസിനെ കൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരു യൂനക്കിനെ കാണുന്നു. പിന്നീട് ഖാലിദ് എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറിനെ കാണുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് മാഡ്രിഡിൽ ആണ് നടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മെക്കാണ്, സെക്കൻഡ് ഹാഫ് മാഡ്രിഡാണ്. അപ്പം മാഡ്രിഡിലെ ഹാഫിൽ നോറ, റാഫി, ഒരു ഷേഖ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേജർ ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പം സ്റ്റോറി തുടങ്ങുന്ന ടൈമിൽ നമ്മൾ അതിന് മുന്നേ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ നറേറ്റർ എന്ന് പറയുന്നത് ഒരു ലെയിൻ ഓഫ് മെനി ഹെഡ്സ് എന്ന് പറയുന്ന ഒരു ലെയിനാണ്, ഒരു സ്ട്രീറ്റാണ് ഇതിൻ്റെ നറേറ്റർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ട് തുടങ്ങുന്നത് മെക്കയിലാണ്. പിന്നീട് ഈ നറേറ്റീവ് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 to 12 ഇയേഴ്സിൻ്റെ സ്പാൻ ഉണ്ട്. ഈ ടൈമിൽ കുറേ ഫ്ലാഷ് ബാക്സും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലെയിനിന് എന്താ ഇങ്ങനെ ഒരു പേര് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷം മുന്നേ ഇവിടെ കുറേ ഡെഡ് പീപ്പിളിൻ്റെ ഹെഡ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ലെയിൻ ഓഫ് മെനി ഹെഡ്സ് എന്ന് പറയുന്നൊരു പേര് കിട്ടുന്നത്. ഇനി നമ്മൾ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ മുവാസ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറിന് ഒരു ഡെഡ് ബോഡി കിട്ടുകയാണ്. അത് ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ വീണ് സ്ട്രീറ്റിൽ നേക്കഡായിട്ട് വീണ് കിടക്കും. ഒരു വിമൻ്റെ ഡെഡ് ബോഡിയാണ്. അപ്പം അങ്ങനെ അത്തരം ഒരു ഡിസ്ഫിഗേർഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ഡെഡ് ബോഡി ആയതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ആരുടെയാണെന്ന്. അതേപോലെ തന്നെ ആരും അടുക്കുന്നതുമില്ല അങ്ങനെ ആ ഒരു ഡെഡ് ബോഡിയോട്. അപ്പം ഷെയ്ഖ് മുസാഹിം എന്ന് പറയുന്ന ഒരു ആൾ, അവിടെ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ഒരു മോളുണ്ട് അസ. ആ മോൾക്ക് ഇത്തരം ഒരു ഫേറ്റാണ് വരാനുള്ളതെങ്കിൽ അതിന് മുന്നേ ആ മോളെ കൊന്നു കളയുന്നൊക്കെ ഈ ഷെയ്ഖ് മുസാഹിം അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഡിറ്റക്റ്റീവായിട്ടുള്ള നസർ അൽ കെഹ്താനി വരുന്നു. ഇദ്ദേഹം ഈ കേസിൽ ഇൻവോൾവ് ആവാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിൽ ഇതേപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള ഫാത്തിമ 6 ഇയേഴ്സ് ഉള്ളപ്പം, അതായത് ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പർദ്ദ ഇട്ടില്ല എന്നുള്ള കുറ്റത്തിന് ഫാത്തിമേനെ അവരുടെ വീട്ടുകാർ കൊന്നു കളയുകയാണ്. അപ്പം ആ ഒരു ഗിൽട്ട് നസീറിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നസീർ വരുന്നത്. പിന്നെ നമ്മൾ കാണും അപ്പോൾ ഈ ഒരു ഡെഡ് ബോഡിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ യൂസഫ് എന്ന് പറയുന്ന ഒരാൾ അവിടുന്ന് ഈ ഡെഡ് ബോഡീനെ കാണുമ്പോഴത്തേന് പെട്ടെന്ന് ഓടിപ്പോവുക. അപ്പം യൂസഫിൻ്റെ മദറായിട്ടുള്ള ഹാലിമയെ നസീർ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്, എന്താ അങ്ങനെ ഓടിപ്പോയെന്നൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിലാണ് യൂസഫിൻ്റെ ഡയറി നസീറിന് കിട്ടുന്നത്. അപ്പം നസീർ അത് വായിക്കുമ്പോഴത്തേന് നസീറിന് മനസ്സിലാവും ഈ യൂസഫിന് ഷെയ്ഖ് മുസാഹിമിൻ്റെ മകളായിട്ടുള്ള അസയെ ഇഷ്ടമായിരുന്നു എന്ന് മനസ്സിലാവും. ഇനി ഈ അസയുടെ സൈഡ് ഓഫ് ദി സ്റ്റോറി എന്തോന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അസയുടെ ഫാദറായിട്ടുള്ള ഷെയ്ഖിൻ്റെ വീട്ടിൽ നസീർ പോകാൻ ശ്രമിക്കും. പക്ഷേ ഷെയ്ഖ് അകത്ത് കയറ്റത്തൊന്നുമില്ല, തിരിച്ച് പറഞ്ഞു വിടും. ഇനി നമ്മൾ കാണുന്നത് ആ ഓടിപ്പോയ യൂസഫിൻ്റെ മദറായിട്ടുള്ള ഹാലിമ ഒരു മോസ്കിൽ പോകുന്നു. അപ്പോൾ യൂസഫ് ആക്ച്വലി അവിടെ ആണ് ഒളിച്ചിരുന്നത്. അപ്പോൾ യൂസഫ് മദറിനെ കാണുമ്പോഴത്തേന് വെളിയിറങ്ങി വന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അതായത് അസ ഇദ്ദേഹത്തെ ബിട്രേ ചെയ്തതാണെന്നും അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണിലോട്ട് പോയെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ ആ മോസ്കിൽ ഒരു റോബറി നടക്കുക. അപ്പോൾ ഈ റോബറി നടക്കുമ്പോഴത്തേന് തീവ്സ് വരുമ്പോഴത്തേന് ഈ യൂസഫ് ഈ തീവ്സിനെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തേന് പോലീസ് വരുന്നു. അപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ ഈ മർഡറിനെ സസ്പെക്റ്റ് ചെയ്ത് പിടിക്കുമെന്ന് പേടിച്ചിട്ട്
യൂസഫ് അവിടെ നിന്ന് ഓടിപ്പോവുക. അപ്പം പക്ഷേ പോലീസിന് തീവ്സിനെ കിട്ടുന്നു. പക്ഷേ അവരുടെ കയ്യിൽ നോക്കുമ്പോഴത്തേന് ഈ അവിടെ റോബറി നടന്നു പറഞ്ഞില്ലേ, അപ്പോൾ അവർ മോഷ്ടിച്ചത് ഒരു ആമുലെറ്റാണ്. അപ്പോൾ ആ ആമുലെറ്റ് ഈ തീവ്സിൻ്റെ കയ്യിലില്ല. അപ്പോൾ എല്ലാവരും വിശ്വസിക്കും യൂസഫാണ് ഇതുകൊണ്ട് പോയതെന്ന്. അങ്ങനെ യൂസഫിൻ്റെ തലയിൽ ഇപ്പോൾ 2 ക്രൈംസ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ സ്റ്റോറി പോകുന്നത് നസീർ ഇപ്പോഴും അസയുടെ പാർട്ട് ഓഫ് ദ സ്റ്റോറി എന്തുവാന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഷേക്കിൻ്റെ വീട്ടിൽ ഷേക്ക് ഇല്ലാത്തൊരു ടൈമിൽ പോകും. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേന് ഒരു റൂം കാണും. അപ്പം ഇത് അസയുടെ റൂം ആവാനാ ചാൻസ് എന്നുള്ള രീതിയിൽ നമ്മുടെ നസീർ അകത്ത് കയറി നോക്കുമ്പോഴത്തേക്കിന് അവിടെ ആകെ കാണുന്നത് കുറച്ച് ബേൺഡ് ആയിട്ടുള്ള നോട്ട്സും ഒരു കമ്പ്യൂട്ടറുമാണ്. മെയിലിലുള്ള കുറേ ഇമെയിൽസൊക്കെ ഉള്ളൊരു കമ്പ്യൂട്ടറുമാണ്. അപ്പോൾ ഈ മെയിൽസൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇദ്ദേഹത്തിന് മനസ്സിലാവും ഇത് എഴുതിയിരിക്കുന്നത് ആയിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നിട്ട് ഈ മെയിൽസൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഫോറിൻ ലവറിനെയാണ്. ഇതിൻ്റെ എല്ലാ മെയിലിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത് D.H. ലോറൻസിൻ്റെ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന വർക്കിൽ അനക്ഡോട്ട്സ് വെച്ചിട്ടാണ് എല്ലാ മെയിൽസും തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് കുറേ ഡീപ്പായിട്ടുള്ള ഇവരുടെ ആയിഷയുടെ കുറേ ഡീപ്പായിട്ടുള്ള തോട്ട്സും അവരുടെ പേഴ്സ്പെക്റ്റീവ്, ഡെത്തിനെ പറ്റി ലൈഫിനെ പറ്റി ഒക്കെയുള്ള പേഴ്സ്പെക്റ്റീവ്സും ഒക്കെയാണ് ഈ മെയിൽസിൽ ഈ ലവറിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഫോറിൻ ലവറിനോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മെയിലിൽ നിന്ന് ഇവർക്കൊരു കാര്യം കൂടെ മനസ്സിലാവും. ഈ ആയിഷ എന്ന് പറയുന്ന ആൾ ഇവർ അഹമ്മദ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാരീഡാണ്. അദ്ദേഹം ലെയിൻ സ്വീപ്പറിൻ്റെ സണ്ണാണ്. അത് കഴിഞ്ഞ് ഇവർ സെപ്പറേറ്റഡ് ആയി എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ 2 പെൺകുട്ടികളെ പറ്റിയിട്ട് മുവാസ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറിനോട് നസീർ വന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ മുവാസ് ആണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാതെ നേരെ അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ ഖാലിദ് എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറിനെ മീറ്റ് ചെയ്യണം. ഈ ടാക്സി ഡ്രൈവറിൻ്റെ പൈലറ്റ് ലൈസൻസ് ഉണ്ടെന്നാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു മെൻ്റലി ഇൽനെസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം നമുക്ക് മനസ്സിലാവും, ഇദ്ദേഹത്തിൻ്റെ നറേറ്റീവ് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിനും അസയോട് ചെറിയൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കിന് ഇദ്ദേഹം പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഇദ്ദേഹം ഒരു ന്യൂലി മാരീഡ് ആകുമ്പോഴത്തേന് ഇദ്ദേഹത്തിന് പുതിയ വൈഫ് അസയാണെന്ന് കരുതിയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുവാണ്. മുവാസിനടുത്ത് ചോദിച്ചു, മുവാസ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ മുവാസ് യൂസഫിനെ കാണുന്നു, യൂസഫിനെ മീറ്റ് ചെയ്യുന്നു. യൂസഫിനൊരു ഹൈഡിങ് സ്പോട്ട് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പം ഈ ഹൈഡിങ് സ്പോട്ട് എവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മുവാസിൻ്റെ ഫാമിലി ഹൗസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഈ യൂസഫ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും യൂസഫ് ഒരു ഹെയർ ലൂം കാണും. അപ്പോൾ ആ ഹെയർ ലൂമുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നസീർ അവിടെ വരും. അപ്പോൾ നസീർ യൂസഫിനെ കാണുമെങ്കിലും യൂസഫിനെ പിടിക്കാൻ പറ്റില്ല. യൂസഫ് പിന്നെയും ഓടിപ്പോവും. യൂസഫ് എങ്ങോട്ടാണ് ഓടുന്നതെന്ന് വെച്ചാൽ ഒരു ബുക്ക് സ്റ്റോറിലോട്ടാണ്. അങ്ങനെ ഓടി യൂസഫ് എത്തുന്ന ഒരു ബുക്ക് സ്റ്റോറിലാണ്. അവിടെ യൂസഫിന് അസയുടെ കൂടെ കുറേ മെമ്മറീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് യൂസഫ് അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പം ആ ഒരു ടൈമിൽ യൂസഫ് ഇങ്ങനെ ആലോചിക്കും, അസയ്ക്ക് ബാറ്റ്മാൻ ക്യാരക്ടറില്ലേ ബാറ്റ്മാനോട് ഭയങ്കര ഒബ്സഷൻ ആയിരുന്നു. ഇനി എങ്ങാനും ബാറ്റ്മാൻ ആണോ അസയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയേ എന്നൊക്കെ യൂസഫ് അവിടെ ഇരുന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ കാണുന്നത് നസീർ തിരിച്ച് ഷേക്കിൻ്റെ വീട്ടിൽ വരും. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കിന് ഷേക്ക് പറയും അസ ജീവനോടില്ല, അസയെ സൈറ്റൻ കൊണ്ടുപോയതാണ്, ഇനി അസ ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ നസീറിൻ്റെ അടുത്ത് പറഞ്ഞ് വിടാൻ ശ്രമിക്കും. പക്ഷേ നസീർ ആണെങ്കിൽ ഇപ്പോഴും ആ കേസുമായിട്ട് അത്രയ്ക്ക് ഒബ്സസ്ഡാണ്. നസീർ ആ ഡെഡ് ബോഡി ആരുടെയാണെന്ന് അന്വേഷിക്കാൻ പോകും. അതിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതായി പോകും നസീറിന്. ഇനി നസീർ പിന്നെയും ആ ആയിഷയുടെ ഇമെയിൽസ് തുറക്കുമ്പോഴത്തേന് നസീറിന് മനസ്സിലാവും ആ ഒരു യൂസഫിനെ ആയിട്ടുള്ള ആയിഷ സ്പെൻഡ് ചെയ്ത ചൈൽഡ്ഹുഡൊക്കെ ആ ഇമെയിൽസിലൂടെ നസീറിന് മനസ്സിലായി തുടങ്ങും. അതേപോലെ തന്നെ ഈ ആയിഷയ്ക്ക് അസയോട് ചെറിയൊരു എൻവി ഉണ്ടായിരുന്നു. ബിക്കോസ് അസ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊക്കെ ഒരു ആ മെയിൽസിലൊന്നിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇതും പറയുന്നുണ്ട് അസ പെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ അസയ്ക്ക് ഒരിക്കലും ആയിഷനെ പോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനോ മെയിൽസ് അയക്കാനോ ഒന്നും പറ്റില്ല എന്ന് ഈ ഇമെയിലിൽ ഈ ആയിഷ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ ഇമെയിൽസൊക്കെ വായിച്ചിരിക്കുമ്പോഴത്തേക്കിന് ആയിഷയുടെ ഇമെയിൽസ് കുറച്ച് സെൻഷ്വൽ കൂടെ ആയിരുന്നു. അപ്പം ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്കിന് നസീറിന് ആ ഒരു അത്രയ്ക്കും ഒരു ഒബ്സഷൻ തോന്നിയിട്ട് നസീർ ആ മോർച്ചറിയിൽ പോയിട്ട് ആ ഡെഡ് ബോഡിയായിട്ടൊരു കോൺടാക്റ്റിൽ ഏർപ്പെടാൻ ശ്രമിക്കും. പക്ഷേ അതൊക്കെ കഴിയുമ്പോഴത്തേന് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ എന്തൊരു കവേർഡായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോരും. എന്നിട്ട് തിരിച്ച് യൂസഫിൻ്റെ ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങും. അപ്പോൾ യൂസഫിൻ്റെ ഡയറി വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവും ഈ അസ എന്ന് പറയുന്ന പെൺകുട്ടീനെ ഫോഴ്സ്ഫുള്ളി ഇവരുടെ ഫാദറായിട്ടുള്ള ഷേഖ് മുസായും ഒരു മുഷബാബ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാരി ചെയ്തിട്ടിരുന്നതാണ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കും എന്തുകൊണ്ട് എന്നിട്ട് ഷേഖ് ഈ കാര്യം നേരത്തെ പറഞ്ഞില്ല. പലവട്ടം ചോദിച്ചിട്ടും അസ മാരീഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവരറിയുന്നത് ഈ കേസ് ഒരു കൾപ്രിറ്റ്സിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു ഏജൻസിക്ക് ഈ ഡിറ്റക്റ്റീവിൽ നിന്ന് വേറൊരു ഏജൻസിക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് ഈ നസീർ ഒരു ടർക്കിഷ് മജീഷ്യൻ വുമണിനെ കാണാൻ പോകും. അവിടെ കാണാൻ പോകുമ്പോഴത്തേന് ഇങ്ങനെ ചോദിക്കും അസ ജീവനോടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവർ പറയും അസ ഡെഡാണെന്ന് പറയും. എന്നിട്ട് പിന്നെ ആയിഷയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേനും ആയിഷയുടെ കാര്യം ഒരു ഉത്തരവൊന്നും തരത്തില്ല. പറയും ബാക്കി എത്രയോ ബ്യൂട്ടിഫുൾ ഗേൾസ് ഉണ്ട്, ഞാൻ നിനക്ക് അവരിൽ നിന്ന് ആരെങ്കിലും തരാം എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ നസീർ ആയിഷയോട് വളരെയധികം ഒബ്സസ്ഡ് ആയി പോയിരിക്കുകയാണ് ഇപ്പോഴത്തേക്കിന്. അങ്ങനെ നസീർ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേനും അവിടെ ഡയറീസ് ഒന്നുമില്ല, ഇമെയിൽസ് ഒന്നുമില്ല.
അദ്ദേഹത്തിൻ്റെ മെമ്മറി തന്നെ മേ ബി ആ കേസ് ട്രാൻസ്ഫർ ആയി പോയത് കൊണ്ടായിരിക്കാം എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ മെമ്മറി തന്നെ ആരോ ഇറേസ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്ന പോലൊക്കെ നസീറിന് തോന്നുക. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കുക. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മാഡ്രിഡിലാണ്. മാഡ്രിഡിൽ നമ്മൾ കാണുന്ന ക്യാരക്ടർ നോറ, അതേപോലെ തന്നെ റാഫ എന്ന് വിളിക്കുന്നുണ്ട്, റാഫി എന്നാണ് നമുക്ക് പറയാം. റാഫി, ഇത് 2 നെയിംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ നോറയുടെ ബോഡി ഗാർഡായിട്ടാണ് നമ്മൾ റാഫീനെ കാണുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ റാഫി എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ട് നോറ ഭയങ്കര സാഡാണെന്നുള്ളത്. എന്നിട്ട് അതേപോലെ തന്നെ നോറയും ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇദ്ദേഹം ലെബണണിൽ നിന്ന് മാഡ്രിഡിൽ പോരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ റാഫിക്ക് ഒരു ഡൗട്ടുകളുണ്ട്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ബോഡി ഗാർഡിനെ വേണ്ടതെന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ദിവസം ഈ നോറയാണെങ്കിൽ റാഫിയുടെ അടുത്ത് പറയും ബ്രിട്ടീഷ് സെമിറ്റേരിയിൽ പോകണമെന്ന് പറയും. അങ്ങനെ റാഫി ഇവരെ അവിടെ കൊണ്ടുപോകുമ്പോഴത്തേന് ഇവരൊരു ഗ്രേവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അത് കഴിയുമ്പോൾ പിന്നെ അവർ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ ഇവർ ഈ സെമിറ്റേരിയിൽ പോകും. അങ്ങനെ ഇവരൊരു ദിവസം റാഫിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ റാഫി ഫാമിലിയുടെ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും 2 പേരുടെയും ലൈഫിൽ ഡെത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ബാക്ക് ലൈഫിൽ നടന്നിട്ടുണ്ട്, ഒരു പാസ്റ്റിൽ അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയോ ഡെത്ത് ഇവരെ ശരിക്കും എഫക്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിൽ ഇവർ ഗ്രേവ് ഒക്കെ വിസിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഒരു ദിവസം ഇവർ കാണും ഒരു ഓൾഡ് ഗ്രേവിൽ ഒരു കീ ഉണ്ടായിരുന്നു. നോറ നോട്ടീസ് ചെയ്യും ഈ കീ മിസ്സിങ് ആണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ റാഫി എങ്ങനെയാണ് നോറയായിട്ട് കണക്റ്റഡ് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു ദിവസം നോറ ആ സ്ട്രീറ്റിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ഡ്രങ്കഡ് മാൻ നോറേനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ഈ റാഫിയാണ് ഇവരെ സേവ് ചെയ്തെന്നുള്ള ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കും ഈ റാഫി ഇവരുടെ ബോഡി ഗാർഡായെന്ന് വെച്ചാൽ ഷേഖാണ് റാഫീനെ നോറയുടെ ബോഡി ഗാർഡായിട്ട് ഹയർ ചെയ്തിരിക്കുന്നത്. ഷേഖ് എന്ന് പറയുന്നത് നോറേനെ ലവറായിട്ട് വെക്കുന്ന ഒരാളാണ്. ഇനി ഒരു നോട്ട് കിട്ടുവാണ് നമ്മുടെ നോറയ്ക്ക്, അതായത് ഷേഖിൻ്റെ നോട്ടാണ്. നോട്ട് ടു ബൈ എ ലവർ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മേ ബി അത് റാഫിനെ പറ്റിയിട്ടായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഖാലിദ് ഉണ്ടായിരുന്നല്ലോ, ഖാലിദ് സ്വന്തമായിട്ട് ഖാലിദ് കണ്ണു തുറക്കുമ്പോഴത്തേക്കിന് ഖാലിദ് ഒരു ബേസ്മെൻറ്റില്ല. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ടിരിക്കും ഞാൻ ഇനി മരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കിന് അവിടെ ഒരു ടർക്കിഷ് വുമൺ ആണ് ഇദ്ദേഹത്തെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ടർക്കിഷ് വുമൺ ഇദ്ദേഹത്തെ ഒരു സെക്സ് സ്ലേവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇദ്ദേഹം എങ്ങനെയോ മുവാസിനെ കാണുന്നു, മുവാസിൻ്റെ കൂടെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങേര് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴത്തേന് ഇങ്ങനെ മനസ്സിലാകുന്നത് ഇങ്ങേർക്ക് ക്യാൻസർ ആണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും നിന്ന് രക്ഷപ്പെട്ട് വന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് വരും. ഡിമോളിഷായി പോവാതെ പെട്ടെന്ന്, പക്ഷേ അവിടുന്ന് അവർ രക്ഷപ്പെടും. അങ്ങനെ അവർ വരുമ്പോഴത്തേന് അവർ യൂസഫിനെ കാണും. അപ്പം ഇവർക്ക് യൂസഫിന് മെസ്സേജ് കിട്ടും ജവാഹർ ടവറിലെത്തണം എന്ന്. അവിടെ എത്തുമ്പോഴത്തേന് യൂസഫ് യൂനക്കിൻ്റെ ഗോട്ടിനെയാണ് ആദ്യം കാണുന്നത്. അങ്ങനെ പറഞ്ഞു യൂനക്സ് ഗോട്ടിനെയാണ് കാണുന്നത്. അപ്പം അവിടെ വരുമ്പോഴത്തേന് യൂനക്സ് ഗോട്ടിൻ്റെ അടുത്ത് ഇങ്ങേര് അസയുടെ കാര്യം ചോദിക്കും. അപ്പം ഈ യൂനക്സ് ഗോട്ട് പറയുന്നത് അതിന് അസ ഡെഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അസ എപ്പോഴായിരുന്നു ജീവനോടെ ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കും. എന്നിട്ട് പറയുന്നത് എന്തോ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്, വുമൺ ആർ ലൈക്ക് ഇൻസെക്ട്സ് എന്നാണ് പറയുന്നത്. അതായത് അത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലൈഫാണ് അവരുടെ എന്ന് ഉള്ളൊരു ഡയലോഗോടെ വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇവർ ഇങ്ങനെ പറയുമ്പോഴത്തേന് ഇത് കഴിയുമ്പോഴത്തേന് ഇവരൊരു മോസ്കിലോട്ട് പോകും. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേന് ഈ യൂസഫിനോട് യൂസഫ് ഇങ്ങനെ കീയെ പറ്റിയൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കിന് യൂനക്കിന് വേറെ അക്വൈൻറ്റൻസസ് ആണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഇവനെ കാണുന്നു. എന്നിട്ട് പറയും ഈ യൂനക്ക് വളരെ അൺക്ലീനാണ്, ഇദ്ദേഹം മെക്കേനെ തന്നെ ഫുൾ അൺക്ലീൻ ആക്കുകയാണെന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു മൊമെൻ്റ് ആകുമ്പോഴത്തേന് ഇവരെല്ലാവരും തിരിച്ച് ഗാർബേജ് ആയിപ്പോവും. ഇത് കുറച്ച് മാജിക്കൽ റിയലിസമാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് ഈ യൂനക്കിനെ യൂസഫ് മീറ്റ് ചെയ്യും. അപ്പം ഇവർ രണ്ടുപേരുടെ ജദ്ദ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ട് പോകും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ യൂനക്ക് പറയും യൂനക്ക് ശരിക്കും ഒരു സോൾജറാണ് മാദിയുടെ ആർമിയിൽ, ഇദ്ദേഹത്തെ കമാൻഡ് ചെയ്തിരിക്കുന്നത് യൂസഫിനെ കൊല്ലാനാണെന്ന്. പിന്നെ യൂനക്ക് കണ്ണു തുറക്കുന്നത് ഒരു ഹറാം മോസ്കിലാണ്, അതായത് ഒരു ഹറാം മോസ്കിൻ്റെ അടുത്താണ്. അപ്പം ശരിക്കും കൊന്നില്ല യൂനക്ക് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ യൂസഫ് കുറച്ച് ദിവസം ഒരു 6-7 ഡേയ്സ് അവിടെ നിൽക്കുമ്പോഴത്തേക്കിന് യൂനക്കിന് ഒരു സായിബായി ക്ലാനിൽ നിന്നുള്ള ഒരാളിനെ കാണുന്നു. അങ്ങനെ ആ കീയെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ ഇദ്ദേഹത്തിലേക്കൂടെ ഇങ്ങനെ ഒരു സായിബായി ക്ലാനിൻ്റെ അതിനകത്തൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ അവിടെ കുറേ പോർട്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പോർട്രേറ്റ്സൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വിങ്ക് ചെയ്യുകയും ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങേർക്ക് മനസ്സിലാവും. അങ്ങനെ നടന്ന് എത്തുമ്പോഴത്തേന് ഈ പോർട്രേറ്റ്സിലൂടെ ഇദ്ദേഹത്തിന് കീയുടെ കഥ മനസ്സിലാവും. ഒരു കീ മിസ്സിങ് ആയിട്ട് പോയായിരുന്നല്ലോ, ആ കീയുടെയും സായിബായി ക്ലാനിൻ്റെയൊക്കെ തമ്മിലുള്ള റിലേഷനും ആ കീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ഡിറ്റക്റ്റീവായിട്ടുള്ള നസീർ ഇപ്പോൾ എന്തോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നസീർ ആണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഈ ലെയിൻ ഓഫ് മെനി ഹെഡ്സ് ഡിസ്ട്രോയ് ആവാൻ പോവുകയാണെന്നൊക്കെ പറയുന്നത്.
അപ്പം ഈ നസീറാണെങ്കിൽ മുവാസിനെ കാണും. അപ്പം മുവാസ് ആയിരുന്നെങ്കിൽ ഒരു എക്സ്പെഡീഷനിലായിരുന്നു. അപ്പം മുവാസിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേനും മുവാസ് ബാഗിൽ നിന്ന് ഒരു സാധനം എടുത്ത് നസീറിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. അതെന്തുമായിരുന്നു വെച്ചാൽ ഇല്ല ആമുലെറ്റ് ആയിരുന്നു. അന്നില്ല യൂസഫ് കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ആമുലെറ്റ്. അപ്പോൾ ഇവർ ചോദിക്കും യൂസഫ് എന്ത് ചെയ്യുമെന്ന് നസീർ ചോദിക്കുമ്പോഴത്തേക്കിനും ആമുലെറ്റ് മുഷബാബിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മുഷബാബിൻ്റെ കയ്യിലാണ് കൊടുക്കണ്ടതെന്ന് പറഞ്ഞിട്ട് ബുൾഡോസറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ മുഷബാബിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോകും. അപ്പോൾ എന്നിട്ട് ആമുലെറ്റ് ആണെങ്കിൽ നസീറിൻ്റെ കയ്യിൽ ഇയാൾ കൊടുത്തിട്ട് ഇയാളങ്ങ് പോവും, മുവാസ് അങ്ങ് പോവും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പിന്നെ മഡ്രിഡാണ് കാണുന്നത്. മഡ്രിഡിൽ നോറയെ നമ്മൾ കാണുന്നത് ഒരു ആർട്ടിസ്റ്റായിട്ടാണ്. അപ്പം റാഫി ആണെങ്കിൽ ഇങ്ങനെ ഇവരെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ച് റാഫിക്ക് മനസ്സിലാവും ഇവരൊരു ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്ന്. അങ്ങനെ നസീറാണെങ്കിൽ അപ്പോൾ നസീർ എന്ത് ചെയ്യുക, നസീർ ഇപ്പോഴും ഹാലുസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആയിഷയുടെ വോയിസിനെ പറ്റിയിട്ടൊക്കെ. നസീർ ഇപ്പോഴും അവിടെ ഒരു ഒബ്സെഷനില്ല. അപ്പം മദീനയിൽ വരുമ്പോഴത്തേക്കിന് ഈ നസീർ തീരുമാനിക്കും ഇല്ല ഇനി എന്തായാലും ഞാൻ എൻ്റെ കയ്യിലോട്ട് കാര്യങ്ങൾ എടുത്തിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ യൂസഫ് ആണെങ്കിൽ നസീറിനെ മീറ്റ് ചെയ്യും. അപ്പോൾ യൂസഫ് പറയുന്നത് എന്തുവാ, എൻ്റെ ആമുലെറ്റാണ് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നസീറിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മുടെ നോറയാണെങ്കിൽ ഒരു ടർക്കിഷ് വുമണിനെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ നോറ ഇങ്ങനെ റിവൈൻഡ് ചെയ്യും എങ്ങനെയാണ് ഇവരുടെ അച്ഛൻ ഈ ടർക്കിഷ് വുമണിന് ഇവരെ വിറ്റത്, അതേപോലെ തന്നെ ഈ ടർക്കിഷ് വുമൺ ഇവരുടെ അച്ഛനെ ത്രെട്ടൺ ചെയ്തതും, അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഇവരെ ഒരു ഡാൻസറായിട്ടൊക്കെ വെച്ചതിനെ പറ്റിയൊക്കെ ആലോചിക്കും. എന്നിട്ട് നോറ പറയും ഇനി ഒരിക്കലും ഞാൻ അവരുടെ അടുത്ത് പോകത്തില്ല, എന്തോ ആയാലും പോകത്തില്ല എന്ന് പറയും. അത് കഴിയുമ്പോഴത്തേനും നോറ ഒരു ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് മാഡ്രിഡ് ലീവ് ചെയ്യുവാണെന്ന് പറയും. അങ്ങനെ ഇവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും റാഫി പറയും ഷേക്കിനെ നോക്കണ്ട, കാരണം ഷേക്കും ആ കീയിൽ തന്നെ ആയിരുന്നു ഇൻട്രസ്റ്റഡ്, ഷേക്കും ആ ഗ്രേവിൽ വരാറുണ്ടായിരുന്നു എന്നൊക്കെ നോറയുടെ അടുത്ത് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരോട്ട് ടൊളേഡോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേനും അവിടെ ഇവരൊരു വുമണിനെ കാണും. അപ്പോൾ ആ വുമൺ നോറയുടെ അടുത്ത് പറയും നോറ ശരിക്കും മക്കയിൽ നിന്ന് വന്നതാണെന്ന് നോറയുടെ അടുത്ത് പറയും. വേറൊരു വുമണിനെ കാണും. ആ വുമൺ ആണെങ്കിൽ പറയുന്നത് ജൂസിൻ്റെയും മുസ്ലിംസിൻ്റെയൊക്കെ കഥ പറഞ്ഞു കൊടുത്തിട്ട് പറയും നോറയുടെ ഫേസ് ഇവർ പണ്ട് എപ്പോഴോ വാറിനെ പറ്റി ഇവർക്ക് വന്നൊരു ഡ്രീമിലൊക്കെ കണ്ടു എന്നൊക്കെ പറയും. അപ്പോഴത്തേനും നോറ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. നോറ പറയും ഇല്ല എന്നെ തിരിച്ച് മാഡ്രിഡിൽ ഷേക്കിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകും, എനിക്ക് ഇനിയും പ്രോബ്ലംസിൽ വീഴണ്ട എന്നുള്ള രീതിയിൽ പറയും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുവാസ് ഉണ്ടല്ലോ, മുവാസ് ലാസ്റ്റ് നമ്മൾ കണ്ടത് നസീറിൻ്റെ അടുത്ത് വന്ന് ആമുലെറ്റ് കൊടുത്തിട്ട് പോയതാണ്. അപ്പം മുവാസ് ഇമാമായതായിട്ട് കാണുന്നത്. അപ്പം മുവാസ് ആണെങ്കിൽ ഒരു പിക്ചർ കാണും. അപ്പം മുവാസിന് ഒരു അസയുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉള്ളതായിട്ട് തോന്നും. അങ്ങനെ ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ ജദ്ദയിൽ നടക്കുന്ന ഒരു എക്സിബിഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ മുവാസ് വന്നിട്ട് ജദ്ദയിൽ പോകും. അപ്പോൾ ജദ്ദയിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം ഒരു വുമണിനെ കാണുമ്പം മുവാസിന് ശരിക്കും മനസ്സിലാവില്ല, കാരണം അസയെ പോലെയല്ല. കാരണം അസയ്ക്കാണെങ്കിൽ വീലുണ്ട്, ഈ വുമണിന് വീലില്ല. അതേപോലെ തന്നെ ഈ വുമണിനാണെങ്കിൽ ഒരു ഡാൻസറിൻ്റെ ബോഡിയാണ്. ബട്ട് അസ എപ്പോഴും നമുക്കറിയാം വീലൊക്കെ ധരിച്ച് നടക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു എക്സിസ്റ്റൻസ് തന്നെ മാസ്ക്ഡ് ആണ്. അവരുടെ ശരിക്കുള്ള എക്സിസ്റ്റൻസ് എന്തുവാന്ന് പോലും ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ മുവാസ് അവിടെ വെച്ചിട്ട് യൂനക്കിനെ മീറ്റ് ചെയ്യും. അപ്പോൾ യൂനക്ക് എന്ത് പറയുന്നത്, യൂനക്കിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് യൂനക്ക് പറയും ഓൾ വുമൺ ആർ സെയിം എന്നാണ് യൂനക്ക് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിന് ഈ മുവാസിനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് മുവാസ് യൂസഫിനെ കോൾ ചെയ്യും. എന്നിട്ട് പറയും അസയും ആയിഷയും സെയിം ആണ്, അസ ജീവനോടുണ്ട് എന്നൊക്കെ ആരുടെ അടുത്ത് പറയും, യൂസഫിൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് യൂസഫിന് ഈ കോൾ കട്ടാകുമ്പോഴത്തേന് ഈ മുവാസിനെ യൂസഫിനെ ആരോ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് നോറ ആയിഷയുടെ മെയിൽസ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നോറ തന്നെ ചിന്തിക്കുക അസ പെർഫെക്റ്റ് ആണ്, അസ ജീവനോടിരിക്കണം, അസ ആണെങ്കിൽ വേൾഡിനെ പറ്റി ഒന്നും അറിയത്തില്ല, അസ ഒരു പാവമാണ്, അസ ജീവനോടിരിക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേനും നോറ ആലോചിക്കും അസയാണോ റിഫ്ലക്ഷൻ. എന്നിട്ട് ലാസ്റ്റ് നോറ മെയിൽസ് എല്ലാം വായിച്ചിട്ട് കരയുക. എന്നിട്ട് പറയും ഞാൻ തന്നെയാണ് ആയിഷയാണ് ഞാൻ എന്നുള്ള രീതിയിൽ നോറ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത നമ്മൾ കാണും നോറയും വേറെ ഒരു ബഞ്ച് ഓഫ് വുമണും കൂടെ മദീന എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലോട്ട് പോവുകയാണ്. എന്നിട്ട് നോറ പിന്നെ ഈ മെയിൽസ് ഇങ്ങനെ വായിച്ച് ആയിഷയാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഒരു പേഴ്സൺ ഇവളെ കോൾ ചെയ്തിട്ട് ആ കോളിലൂടെ ഇവളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അസ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേന് ഒരു നോക്ക് കേൾക്കാം. ആ നോക്ക് തുറക്കുന്നത് യൂസഫാണ് വന്നിരിക്കുന്നത്. അന്നേരം ഷേക്കിനെ പറ്റിയിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഷേക്കാണ് ലെയിൻ ഓഫ് മെനി ഹെഡ്സ് ഡിസ്ട്രോയ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവർ ഷേക്കിൻ്റെ ഓഫീസിൽ പോകും. ഷേക്കിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ അവർക്ക് അവിടെ ആ ആംലെറ്റും ആ ലോസ്റ്റ് ആയിപ്പോയ കീയും ഒക്കെ കിട്ടും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും യൂസഫിനെയും നസീറിനെയും മുഷബാബിനെയും എല്ലാം അറ്റാക്ക് ചെയ്തത് ആരാ, ഈ ഷേക്കിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലാവും. അപ്പം നോറ യൂസഫിൻ്റെ അടുത്ത് പറയും മേ ബി ആ ഷേക്ക് അൽ സായിബി ക്ലാനിൽ ബിലോങ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അതുകൊണ്ട് ഇനി അങ്ങേര് ഫുള്ള് മെക്കാനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണോ എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ കാണുന്നത് സിബായ് ഖാൻ്റെ അസിസ്റ്റൻസ്, ഷേക്ക് സിബായ് ഖാൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു ബ്ലൂ ഫയൽ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുക.
അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഞാൻ ഈ ഇമെയിൽസ് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത്, കുറേ നാളായില്ലേ എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ഇതെല്ലാം ബേൺ ചെയ്യാൻ തീരുമാനിക്കും. എന്നിട്ട് അതിനകത്ത് നിന്ന് ഓരോ മെയിൽ ബേൺ ആകുമ്പോഴത്തേക്കിനും ഈ ഡിറ്റക്റ്റീവ് വളരെയധികം ഒരു സംതൃപ്തി നേരിടുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ആ ഒരു സ്ട്രെസ്സ് മാറുന്നതായിട്ട് കാണിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ഈ നോറ യൂസഫിൻ്റെ അടുത്ത് പറയും, ഈ കീ എടുത്തുകൊണ്ട് എസ്കേപ്പ് ചെയ്തോ, ഇനി ഇവിടെ ഒത്തിരി ട്രബിൾ വരും എന്ന് പറയും. അപ്പോൾ യൂസഫ് പറയും, ഇല്ല നീയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂസഫ് എന്താ വിചാരിക്കുന്നത്, അസയാണെന്നാണ് വിചാരിക്കുന്നത്, നോറ അസയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പറയും, ഇല്ല നീയും വളരെ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഒരുമിച്ച് എസ്കേപ്പ് ആവുമെന്ന് പറയുമ്പോഴത്തേക്കിന് നസീർ വെളി വന്ന് നിൽക്കും ഹോട്ടലിൽ. അപ്പം നസീറിനെ കാണുമ്പോഴത്തേനും നോറ വളരെയധികം ഷോക്കാവും. നോറ പറയും, യൂസഫ് നസീറിൻ്റെ കൂടെ ഇൻവോൾവ് ആണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നസീർ യൂസഫിനടുത്ത് പറയും, ഇത് നീ വിചാരിക്കുന്ന പോലെ അസയല്ല, ഇത് ആയിഷ തന്നെയാണ്. ഈ അസ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ശരിക്കും ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ ആയിഷ തന്നെ, ഇവർ രണ്ടുപേരും ഒന്നാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഈ ആയിഷേനെ ഈ യൂസഫ് പണ്ട് മുതലേ ഹേറ്റ് ചെയ്തിരുന്നു എന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കഥയുടെ ഒരു ജിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കിട്ടിയ ഡെഡ് ബോഡി അത് ആരുടെയാണെന്ന് ഐഡൻറ്റിഫൈഡ് അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ അസയും ആയിഷയും, അസ തന്നെയാണ് ആയിഷ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ നോറ, ഇത് ഇടയ്ക്ക് ആ വുമൺ പറയുന്നുണ്ടല്ലോ, നോറ മക്കയിൽ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നോറയ്ക്ക് ഈ മെയ്ഡ്സ് വായിച്ചിട്ട് മേ ബി അവർക്കൊരു മറവി സംഭവിച്ചായിരിക്കാം. പിന്നെ ഇവരെ ആ ടർക്കിഷ് വുമണിന് വിറ്റതായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു വിമണിൻ്റെ എക്സിസ്റ്റൻസ് എത്രത്തോളം അവ ശരിക്കും അത് ആരാന്ന് കൂടെ, അവരുടെ എക്സിസ്റ്റൻസ് എന്തുവാ, അവരുടെ ഐഡൻറ്റിറ്റി എന്തുവാന്ന് അവർക്കും അറിയത്തില്ല, ചുറ്റുമുള്ളവർക്കും അറിയത്തില്ല. മിസ്റ്റേക്കഡ് ഐഡൻറ്റിറ്റീസിലാണ് ഈ വിമൺ ജീവിക്കുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള തീംസ് നോക്കാം. മിസ്റ്ററി ആൻഡ് ക്രൈം ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള തീമാണ്, ബിക്കോസ് ഒരു ഡെഡ് ബോഡിയൊക്കെ കിട്ടിയാണ് ഈ നോവൽ സ്റ്റാർട്ടാവുന്നത്. പിന്നെ മോഡേണിറ്റി വേഴ്സസ് ട്രഡീഷൻ, ജെൻഡർ ആൻഡ് ഫീമെയിൽ സബ്ജക്റ്റിവിറ്റി, വോയിസ് ആൻഡ് സൈലൻസിങ്, മെമ്മറി ആൻഡ് ഇറേസ്ചർ, റിലീജിയൻ ആൻഡ് സീക്രട്ട്നെസ്, പവർ ആൻഡ് കറപ്ഷൻ, സ്പേസ് ആസ് ക്യാരക്ടർ, ബിക്കോസ് ലെയിൻ ഓഫ് മെനി ഹെഡ്സ് ആണ് ഇവിടെ ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ സെക്ഷുവാലിറ്റി ആൻഡ് ഷെയിം, ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് കുറച്ച് മേജർ തീംസ്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ കഥ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഐ വിൽ റെസ്പോണ്ട് ടു യു. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ചാപ്റ്റർ കുറച്ച് ഡിഫിക്കൽട്ടാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.